ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ബെഞ്ച് പവർ സപ്ലൈയുടെ ബക്ക് കൺവേർട്ടറിൻ്റെ കണക്ഷനാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഇത് വലിയ ഇതൊന്നുമില്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ കൊടുത്തെന്നുള്ളൂ. ആംബിയർ കൊടുത്തിട്ടില്ല. ആംബിയറാണ് നമ്മുടെ ഇന്നലെ ഇട്ട 2.1 ട്രബിളാണ്. ഞാൻ ട്രബിളാന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ പേര് എനിക്ക് പറഞ്ഞു തന്നു ട്രബിളല്ല ബാലൻസ് ആണെന്ന്. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ നന്ദി പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റാണ്, അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിന് പകരം വേറെ ഫിറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്ക് കണക്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെയാണ് മെയിൻ സ്ലോട്ട്. അപ്പോൾ ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിൽ 2 വയർ കൊടുക്കുക. അവിടെ നമ്മൾ ബാറ്ററിയാണ് കൊടുക്കണത്. ഇപ്പം ഇത് LED-യാണ് 3 വയർ. നമുക്ക് ബാറ്ററി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമുക്ക് 2 വയർ കൊടുക്കാം. പിന്നെ ഗായ്സ്, ഇവിടെ പ്ലസ്സും മൈനസും ഉണ്ട്. അത് തിരിച്ച് കൊടുക്കരുത് ഒരിക്കലും. തിരിച്ച് കൊടുത്താൽ അടിച്ചു പോകും. ഇത് അങ്ങനത്തെ ഒരു ഇതാണ്. തിരിച്ച് കൊടുത്താൽ അപ്പം അടിച്ചു പോകും. പിന്നെ നമുക്ക് ഒരു വയറും കൂടി മൈനസിൽ കൊടുക്കാം. മൈനസിൽ ഇതിപ്പോൾ ഞാൻ ബാറ്ററി ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഇത് കൊടുക്കണത്. ഇത് ഈ 3000 mAh ഈ ബാറ്ററിയാണ് നമ്മൾ കൊടുക്കണത്, 12 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ വയ്ക്കാം. ഇപ്പുറത്ത് ഇപ്പോൾ ഗൈസ്, ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത്. അന്ന് നമ്മൾ ഇടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലസ്സും മൈനസും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വോൾട്ടേജാണ്, ആംബിയറിൻ്റെ അല്ല. ആംബിയർ കൊടുത്തിട്ടില്ല, ആംബിയർ നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയുടെ അകത്ത് നമുക്കൊരു വോൾട്ടേജും ആംബിയറും കാണാം. പിന്നെ ബാക്കിലും ഉണ്ട്. ഇതിൻ്റെ ഈ 2 ലെഗാണ് വോൾട്ടേജിൻ്റെ. ഈ 3 നമുക്ക് അളക്കാനും ഇതിൻ്റെ വോൾട്ടേജ് കൊടുക്കാനും. അപ്പോൾ നമുക്ക് ആദ്യം 3 കൊടുക്കുക. 2 കൊടുക്കുക, ഇതും കൊടുക്കുക. അപ്പോൾ ആംബിയറിൻ്റെ നമുക്ക് കുറച്ച് കട്ടിയുള്ള വയറാണ്. പക്ഷേ ഇതിൽ ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ. നമുക്ക് വീഡിയോസിൽ കുറേ പേര് കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിൽ നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ ആംബിയർ കൂട്ടാൻ പറ്റില്ല. ഷോർട്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഇതിൻ്റെ ഈ പ്ലസ് വയറാണ് മൈനസ്. ഇത് മൈനസ് തന്നെയാണ്, ഇത് മൈനസാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഗൈസ്. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റിയിടാം. ഇവിടെയാണ് ഇന്ന് കൊടുക്കേണ്ടത്. വേറെ കണക്ഷനൊന്നുമില്ല ഇതിൽ, ബക്ക് കൺവേർട്ടറിൽ. ഇനി കണക്ഷൻ തന്നെ ഇതിലാണ്. ഇതിൽ നമുക്ക് ഈ വലിയത് ഊരി വയ്ക്കാം. അതല്ല, വലുതും വേണം. അപ്പം നമുക്ക് ആദ്യം ഇതിലെ ഈ റെഡും ബ്ലാക്കും മാറ്റി വയ്ക്കാം. അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഈ ബാറ്ററിയിലോട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വേറെ ഒരു സോഴ്സ് എന്തെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഈ ഔട്ടിൽ നമുക്ക് 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. ഇത് ബാറ്ററിയിൽ 12 ഇതാണ്. ഇതിൽ 4 മൈനസ് 3 വോൾട്ട് 3 വോൾട്ട് 7 വോൾട്ട് 12 വോൾട്ട് അങ്ങനെയാണ്. ഇതാണ് ചാർജിങ് പോർട്ട്. ഇത് 12 വോൾട്ട് 3 ആംബിയർ എന്ന് പറഞ്ഞാൽ 3000 mAh ബാറ്ററിയാണിത്. അപ്പോൾ ഇതാണ് ഈ മഞ്ഞ കളർ വയറാണ് നമ്മുടെ ആംബിയറിൻ്റെ മെഷറിങ്. തിരിച്ചാണ് താഴത്തോട്ടാണ് വരുന്നത്.
ഇത് നമ്മുടെ വോൾട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് ആംബിയർ അല്ലെങ്കിൽ വോൾട്ട് മെഷർ ചെയ്യണത്. വോൾട്ട് ആംബിയർ മെഷർ ചെയ്യണത്. മേളത്തെ ആംബിയറാണ്, പക്ഷെ അത് കണക്ഷൻ കൊടുക്കാനുള്ളതാണ് വേറെ ആയിട്ട്. അപ്പം നമുക്ക് ഈ യെല്ലോ കളറും പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കണം ഗൈസ്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ 12 വോൾട്ടിലായതുകൊണ്ട് ഈ റെഡും കൂടിയും കൊടുക്കുന്നുണ്ട്, ഇതും കൂടി വർക്ക് ചെയ്യിക്കുന്നുണ്ട്. ആദ്യം നേരം 12 കൊടുക്കരുത്, ചൂടാവും. ഇതിൻ്റെ അകത്തൊരു ആംപ്ലിഫയറിൽ വന്ന ഒരു IC ആണ് ഇത്. വോൾട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ്, അല്ലെങ്കിൽ അത് തിരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ IC ചിലപ്പോൾ അടിച്ചു പോകും. 12 പെട്ടെന്ന് അടിച്ചു പോവില്ല, കുറച്ചാൾ ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചൂടായി അടിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അകത്ത് ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് കണ്ട ഇത്രേ ഉള്ളൂ. പിന്നെ ഈ സാധനം ഇത് വോൾട്ട് ആംബിയർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് തിരിച്ച് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടാം. അപ്പോൾ നമ്മളിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഞാനിവിടെ റെഡും യെല്ലോയും പിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അതിനകത്ത് നിന്ന് നമുക്ക് നേരെ എടുത്തിട്ട്, യെല്ലോ ഒരിക്കലും മൈനസ് കൊടുക്കരുത്, റീഡ് ആവില്ല. ഇത് കണ്ട ഇവിടെ ഈ കാണുന്നതാണ് പ്ലസ്, ഇത് മൈനസ്. ഇവിടെ കൊടുത്തു വരാം. ഇതിൻ്റെ അകത്ത് ഇതാണ് പ്ലസ്, ഈ ലെഫ്റ്റ് സൈഡിലാണ് പ്ലസ്, ഇത് മൈനസ്. ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്, ഇതാണ് പ്ലസ്. അപ്പം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. ഔട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റില്ല. അതിൽ ഔട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ കാണാൻ പറ്റും. ഔട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലെ പ്ലസ്സും നടുക്കത്തെ മൈനസും നമ്മുടെ എൻ്റെ 2.1 ആംപ്ലിഫയറിൽ പോലെ തന്നെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് വയറും നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ അറ്റത്തെ ഈ സ്ലോട്ടില്ലേ, ഈ ലാസ്റ്റത്തെ ഈ സ്ലോട്ട്, അതിനകത്തോട്ട് നമുക്ക് കൊടുക്കാം. അതിലോട്ട് കെയർഫുള്ളായിട്ട് ഗൈസ് ഒരു മിനിറ്റ്, നമ്മൾ വെക്കുമ്പോൾ വേറെ എക്സ്ട്രാ ഒരു വയറും കൂടിയും കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ടിയുള്ള വയർ എടുത്താണ്. അത് മെയിനാണ്, അത് കൊടുക്കണം, എന്നാലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു എക്സ്ട്രാ വയർ കൊടുക്കണം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇത് മൂന്നും കൂടിയും പിടിച്ചത് ഇവിടെ പ്ലസ്സിലോട്ട് നമുക്ക് കൊടുക്കാം. അധികം കട്ടിയായിട്ടുള്ളതല്ല, നമ്മൾ വേഗം ചെയ്യാനാണ്, വീഡിയോ ലോങ് ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. നമുക്ക് മൈനസ് കൊടുക്കാം. മൈനസ് ഇതും ഇതിൽ ഈ ബ്ലാക്ക് കളറും ഇല്ലേ, ഈ വലുത്, അതും കൊടുക്കണം. ആ റെഡാണ് നമ്മുടെ മൈനസ്. ഇതല്ല മെഷറിങ്ങിൻ്റെ, ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്. റെഡാന്ന് വിചാരിച്ചാൽ റെഡ് കൊണ്ട് ഈ മൈനസ് കൊടുത്താൽ മോട്ടറിൽ കൊടുത്താൽ കുഴപ്പമില്ല. നമ്മൾ ചില കമ്പോണൻസിൽ കൊടുക്കുമ്പോൾ അടിച്ചു പോവും. ശ്രദ്ധിക്കുക വയറിങ് ചെയ്യുമ്പോൾ. എൻ്റെ ഒരു LED അടിച്ചു പോയതാണ് ഗൈസ്, ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ഈ പോർട്ടിൽ കൊടുക്കുക. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പോർട്ടുണ്ട്, ഇവിടെ അങ്ങ് കൊടുക്കുക. അവിടെ കൊടുത്തിട്ട് സ്ക്രൂ ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഒരു വിധത്തിലുള്ള പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പണിയെന്ന് പറഞ്ഞാൽ ബാറ്ററി കൊടുത്താൽ മതി. ബാറ്ററിയും കൂടി കൊടുത്താൽ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ. ഇത്രേ ഉള്ളൂ നമ്മുടെ ബെഞ്ച് ബാർ സപ്ലൈൻ്റെ കണക്ഷൻസ്, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മെയിൻ ഒരു കണക്ഷൻ ചെയ്യാനുണ്ട്. അത് ഇവിടെ ആംബിയറിൻ്റെ ഒരു 3 വയർ കൊടുക്കാനുണ്ട്. അല്ലാതെ വേറെ മെയിനായിട്ടുള്ള കണക്ഷനൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേയിലോട്ട് നോക്കിയിരുന്നു.
ഡിസ്പ്ലേ ഇപ്പോൾ ഓണാവും. ഇതാണ് നമ്മുടെ വോൾട്ടേജ്. 2 എണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്. വോൾട്ടേജിൻ്റെ 2 എണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാറ്ററി കൊടുക്കാം. ഇതാണ് പ്ലസ്, ഈ നീലയാണ് പ്ലസ്, ബ്ലാക്കാണ് മൈനസ്. നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഈ ബ്ലാക്ക് എടുത്ത് ബ്ലാക്കിൽ കൊടുത്തു, നീല എടുത്ത് റെഡിലും കൊടുത്തു. അപ്പോൾ ഗായ്സ് ഓണായിരിക്കുന്നതാണ്. ഇതേ നമ്മുടെ ഇവിടുത്തെ പച്ച കളർ കത്തണതാണ്. ഈ LED പറഞ്ഞുതരാം. LED എന്ന് പറഞ്ഞാൽ നടുക്കാണ് പ്ലസ്സിലാണ് ഈ പച്ച കളറ്. നടുക്കത്തെ ഇതാണ് പ്ലസ്സിൽ കൊടുക്കുക. എന്താ ബാക്കി 2 സൈഡിലായിട്ട് വെച്ചാൽ മതി. പച്ച കത്തും. ആംബിയർ കൂട്ടി കഴിയുമ്പോൾ ഇത് യെല്ലോ കളറാവും. പിന്നെ ഇപ്പം കണ്ട, ഇത് നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇതാണ് 10.4 വോൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. 12 ഇല്ല, ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എന്താ എല്ലാവരും പറയണ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്ന പറയണേ, ആംബിയർ കാണിക്കുന്ന, പക്ഷെ തീ മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ, അവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ പക്ഷെ നമുക്കിവിടെ മഞ്ഞ കത്തണുണ്ട്. അപ്പം ഗൈസ് നമ്മളിത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുമ്പോൾ, ഈ പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ ഓഫായി, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഓണായി. ഇത് ഫുള്ളാണ് കാണിക്കണത്. അത് നമുക്ക് ഇങ്ങനത്തെ പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് പണിയാണ് നമുക്ക് ഗൈസ്. കണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പയ്യെ തിരിക്കണം എന്നുള്ളൂ. നമ്മൾ കണ്ടോ ഗൈസ്, ഇതാണ് കണക്ഷൻ ഗൈസ് നമ്മുടെ ബെഞ്ച് സപ്ലൈയുടെ. ഇപ്പം ഇതാണ് നമ്മുടെ ഓണാക്കി കാണിച്ചു തരാം. നമുക്കൊരു 5 വോൾട്ട് വയ്ക്കാം. ഗൈസ് അപ്പോൾ വർക്കിംഗ് ആണ്. ഇത് വർക്ക് ചെയ്യാൻ ഗൈസ് നമുക്കൊരു ലോഡ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഓണാക്കിയിട്ടില്ല ഞാൻ, അതാണ് കത്താത്തത്. ഗൈസ് കൺട്രോൾ ഇപ്പോൾ കത്തുന്നതാണ്. നമുക്ക് മീറ്റർ ഓൺ ആവും അതിൻ്റെ ഒപ്പം. കണ്ടോ ഗൈസ്, ഇപ്പം നമ്മൾ കൊടുത്തേക്കണ വോൾട്ട് അവിടെ മെഷർ ആവുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ ഒന്നും കാണിക്കണമെന്നല്ല, അതേ റിയലായിട്ടാണ്. ഇതെൻ്റെ റൂമിലാണ് ഞാൻ ഇരിക്കണത്, ബെഡ്റൂമിലാണ്. റിയലായിട്ട് വർക്ക് ചെയ്യണതാണ്. ഇത് സക്സസ്ഫുള്ളാണ്. പക്ഷെ നമുക്ക് ആംബിയർ കൂട്ടാൻ പറ്റില്ല. ബെഞ്ച് പവർ സപ്ലൈയിൽ ആംബിയർ കൂട്ടാൻ പറ്റില്ല. ബാക്കി ഇത് വേണ്ട 5.3 LED ഇപ്പോഴും കത്തുണ്ട്. ഇത് 10 വോൾട്ടിലാണ്. മാക്സിമം കണ്ട 1.2 ആംബിയറാണ് വലിക്കണത്. അല്ല 0.12 ആംബിയറാണ് വലിക്കണത് നമ്മുടെ ബെഞ്ച് പവർ സപ്ലൈ. മേലുള്ള റെഡാണ് വോൾട്ടേജ്.
ഇപ്പം അത്രേ ഉള്ളൂ ബാറ്ററി ഫുൾ വോൾട്ടേജ്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞ് വരുന്നുണ്ടോ. ഉണ്ടോ ഗൈസ്? ഇതാണ് ഫുള്ള് ഫുൾ ഓഫായി. കൊടുക്കുമ്പോൾ ഓണാവും. നമുക്ക് ഇച്ചിരി കൊടുത്താൽ LED ഓണാവും. ഇത് 5 വോൾട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ LED ഇപ്പോഴും പക്കാ വർക്കിംഗ് ആണ്. LED കണ്ടോ ഗൈസ്? പക്കാ വർക്കിംഗ് ആണ്. ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബ്ലിങ്ക് ചെയ്യണ വരെ തോന്നും, പക്ഷേ ഇവിടെ ബ്ലിങ്ക് ആവണില്ല. പിന്നെ ക്ലിയർ ആയിട്ട് ബ്ലൂവും റെഡും ആണ് ഇവിടെ നോക്കുമ്പോൾ. പിന്നെ ഫുള്ള് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളവിടെ ലോഡ് ഫുള്ള് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഗ്രീൻ ആയിരിക്കും. ലോഡ് കൊടുക്കുമ്പോൾ യെല്ലോ കത്തും. ഇത്ര നേരം കത്തിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ കത്തണ്ട. ഇപ്പം കത്തി ഗൈസ്. ഓ ഗൈസ്, അത് ഇവിടെ തട്ടിയിട്ടാണ് എൻ്റെ കൈ കത്തിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതാണ് നമ്മുടെ ബെഞ്ച് സപ്ലൈ കണക്ഷൻ ഗൈസ്. ഇതാണ് നമ്മുടെ ബെഞ്ച് സപ്ലൈ. ഉണ്ടോ കണക്റ്റ് നേരെ പ്ലസ് മൈനസ്. ഞാൻ കാണിച്ചു തരാം. LED കുറയ്ക്കട്ടെ ഒരു മിനിറ്റ്. ഇത് കണ്ടോ ഗൈസ്? കണ്ടോ? ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യണ ഇത് സാധാരണ LED ആണ്. യെല്ലോ കളർ പ്ലസ് മൈനസ് അത് വിട്ടുപോയതാണ് അവിടെ നിന്ന്. ഇത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വർക്ക് ചെയ്യും. ഇതേ കണ്ടോ ഗൈസ്? അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത്. പിന്നെ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ഓഫായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കണക്ഷനാണ്. ഇനി അടുത്ത ദിവസം ഫുൾ വീഡിയോ വരുന്നതാണ്. അതിൽ ഫിറ്റ് ചെയ്ത് നമ്മുടെ ബെഞ്ച് സപ്ലൈയിൽ അതിൻ്റെ അത് ഫിറ്റ് ചെയ്തുള്ള എല്ലാ മരുന്നാണ്. അപ്പോൾ അതുവരെ ഗൈസ് വെയിറ്റ് ഫോർ ദി വീഡിയോ. പിന്നെ ഗൈസ് നാളെ ഒരു പുതിയ വീഡിയോ കൂടി വരുന്നതാണ്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.